മനുഷ്യന്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അയാൾക്കുണ്ടായ ചില ദുരനുഭവങ്ങൾ, നഷ്ടങ്ങൾ, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ചില ഭയാശങ്കകൾ, ഇതൊക്കെയാണ് ഭൂരിഭാഗം വരുന്ന മനുഷ്യരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ അങ്ങനെയാണോ പാകപ്പെടുത്തേണ്ടത്? അല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് 3 ദിവസങ്ങളാണ്. അംസിൻ ഖദ് മള, അതിൽ ഒന്ന് കഴിഞ്ഞുപോയ ദിവസം, അതിൽ നിന്ന് ഒന്നും തന്നെ നിന്റെ കയ്യിലില്ല, ഇനി അതിൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ കഴിയുകയില്ല. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഗദിൻ ലാ തദ്രി അതുദ്രികുഹു അം ലാ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലേക്ക് നീ എത്തുമോ എന്ന് നിനക്ക് യാതൊരു ഉറപ്പുമില്ല, അതിനെക്കുറിച്ചാണ് നീ ഭയാശങ്കപ്പെടുന്നത്. പിന്നെ ഉള്ള ഒരു ദിവസം എന്ന് പറയുന്നത് നീ നിലകൊള്ളുന്ന സമയമാണ്. യൗമുൻ അൻത ഫീഹി ഫഗ്തനിംഹു, ആ സമയത്തെ പരമാവധി നീ യൂട്ടിലൈസ് ചെയ്യുക, നീ ഉപയോഗപ്പെടുത്തുക. അതിൽ എന്തു നന്മ എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് നാളെ ആഖിറത്തിലേക്ക്, എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് എന്തൊക്കെ എനിക്ക് കരുപ്പിടിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഷഖീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വാചകത്തിൽ കാണാം, ഇന്ന ഹസ്രത്തൽ ഉമൂരിൽ മാളിയ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത വേവലാതികൾ, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് സമയം കളയുന്നതും, അതുപോലെ തന്നെ തദ്ബീർ അൽ ആത്തിയ, ഇനി വരുംകാലത്തെ കുറിച്ച് ഭയാശങ്കപ്പെട്ടുകൊണ്ട് സമയം കളയുന്നതും ഒക്കെ ഖദ് ദഹബത്ത് ബിബറകത്തി സഅതിക ഹാദിഹി, നീ നിലകൊള്ളുന്ന സമയത്തിന്റെ ബറക്കത്ത് നിനക്ക് നഷ്ടപ്പെടാൻ അത് കാരണമാകും. ഈ സമയം നിനക്ക് ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യും എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകാൻ